മകന് യോഹന്നാൻ എന്ന് പേരിടണമെന്ന് സ്നാപയോഹന്നാൻ എഴുത്തുപല കൊണ്ടുവന്ന് എഴുതിയപ്പോൾ അവൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞു. അവൻ സംസാരിച്ചു തുടങ്ങി. അവൻ സംസാരിച്ചത് മറ്റൊന്നുമല്ല, ദൈവത്തെ വാഴ്ത്തിപ്പാടുകയാണ്. ആ വാഴ്ത്തിപ്പാടൽ ഒരു വാഴ്ത്തൽ ഫോർമുല എന്ന് വിളിക്കുന്നതാണ് നല്ലത്. കാരണം രക്ഷാകര ചരിത്രത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും സഖറിയ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പൂർവ്വപിതാവായ അബ്രഹാം മുതൽ ദൈവം നൽകിയ വാഗ്ദാനങ്ങളെയും അന്ന് മുതൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന നന്മകളെയും അത് പൂർത്തീകരിക്കാനായി ദൈവം നടത്തുന്ന അവസാനത്തെ ഇടപെടൽ വരെ സഖറിയ ഓരോ നിമിഷവും ഓർക്കുന്നു. അങ്ങനെ നിറകണ്ണുകളോടെ കരങ്ങൾ വിരിച്ച് സഖറിയ എന്ന പുരോഹിതൻ ദൈവത്തെ നന്ദി പറഞ്ഞ് പാടുന്നതാണ് ഈ വാഴ്ത്തിപ്പാടൽ. പ്രിയമുള്ളവരെ, രക്ഷാകര ചരിത്രത്തിൻ്റെ കാതലടങ്ങിയിരിക്കുന്നത് അത് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് ഓർക്കുമ്പോഴാണ്, ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ്. അങ്ങനെ ക്രിസ്തുവിൽ തിരിച്ചറിയുന്ന രക്ഷാകര ചരിത്രം അവസാനം സ്നാപയോഹന്നാൻ്റെ പിറവിക്ക് പോലും ഒരർത്ഥമുണ്ട് എന്ന് തെളിയിച്ചു. സഖറിയയ്ക്ക് ഇതിനേക്കാളും സന്തോഷിക്കാൻ മറ്റൊന്നും വേണ്ട. കാരണം വലിയൊരു രക്ഷാകര ചരിത്രത്തിന് ഇനി തൻ്റെ മകനും ഒരു ഭാഗമാകാൻ പോവുകയാണ്. രക്ഷകന് വഴിയൊരുക്കാൻ അവൻ പോകുന്നു. അങ്ങനെ നിറയുമ്പോൾ പുരോഹിതനായ സഖറിയയ്ക്ക് ഒരു പിടുത്തം കിട്ടുന്നുണ്ട്. അബ്രഹാം മുതൽ ഈ ഭൂമി കണ്ട ഏറ്റവും വലിയ ചരിത്രത്തിന് ഇനി രക്ഷയുടെ ചരിത്രം എന്നുകൂടി ഒരു അർത്ഥമുണ്ട്. കാരണം അതിന് ദൈവത്തിൻ്റെ ഇടപെടലും ദൈവത്തിൻ്റെ പദ്ധതിയും വളരെ കൃത്യമായി അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ദൈവം ഓരോ നിമിഷവും ഇസ്രായേൽ ജനത്തെ മാത്രമല്ല ഈ ലോകം മുഴുവനെയും രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ചിന്തയാണ് ഈ വാഴ്ത്തിപ്പാടൽ. അതുകൊണ്ട് തന്നെ ഒരു ഇൻസിഡൻറ്റ് മാത്രം എടുത്തല്ല സഖറിയ പാടിയത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ദൈവത്തിൻ്റെ ഇടപെടൽ മുതൽ ഇന്ന് വരെ ചൊരിയുന്ന എല്ലാ കൃപകളെയും ഓർത്ത് അയാൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. അയാൾക്ക് അങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. കാരണം തൻ്റെ മകനിലൂടെ നടക്കാൻ പോകുന്ന ഒരു ദൈവിക പദ്ധതി ഇടപെടലിനെയും ഒരു പുരോഹിതൻ എന്ന നിലയിൽ തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും ചില സംഗതികളെന്ന നിലയിൽ അദ്ദേഹത്തിന് ഇതെല്ലാം സാക്ഷികളാകുന്നുണ്ട്. ഈ സാക്ഷ്യം നൽകിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നന്ദി പറയാതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഉറച്ചു പ്രാർത്ഥിച്ചു, കർത്താവെ അങ്ങേക്ക് നന്ദി. ലത്തീനിൽ ബെനഡിക്തൂസ് എന്നാണ് ഈ വാഴ്ത്തിപ്പാടലിനെ പറയുന്നത്. അതായത് അനുഗ്രഹിക്കപ്പെട്ട ചില ഗാനങ്ങളാണ്. അനുഗ്രഹിക്കപ്പെട്ട ഓരോ നിമിഷവും ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പുരോഹിതൻ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ജീവിതത്തിൽ ഒത്തിരിയേറെ ഇടപെടലുകൾ ദൈവത്തിൽ നിന്നുണ്ടാകാറുണ്ട്. ചില സമയം നമ്മളൊക്കെ മൗനമായി പോവും. ഒരാളോട് മിണ്ടാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മളൊക്കെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലേക്ക് ആഴ്ന്നു പോകും. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞൊരു മിണ്ടുന്നൊരു സമയം ഉണ്ടാകും. ആ സമയം എല്ലാം നല്ലതിനാണെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. സഖറിയയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അതാണ്. ഒത്തിരിയേറെ നാൾ അയാൾ ആരോടും മിണ്ടാൻ കഴിഞ്ഞില്ല. ഇതുപോലെ നമ്മളും ഏകാന്തതയിലും ഒറ്റപ്പെടലൊക്കെ ചിലപ്പോൾ കടന്നു പോകും. അവസാനം എല്ലാം കഴിഞ്ഞ് ഒരു സന്തോഷത്തിനൊരു നാൾ വരുമല്ലോ. അന്ന് ദൈവത്തെ പ്രഘോഷിക്കണം, അന്ന് ദൈവത്തെ വാഴ്ത്തിപ്പാടണം. കാരണം ഈ മൗനം ഒരുപക്ഷെ കുറച്ച് നാളത്തേക്ക് വേണ്ടിയുള്ള വേദന അല്ലായിരുന്നുവെന്നും ഒരു നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിൻ്റെ സന്തോഷമാണെന്നും നമ്മൾ തിരിച്ചറിയും. ദൈവം ഓരോ മനുഷ്യരിലും കരുതി വയ്ക്കുന്ന ചില സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ നിറവേറാൻ വേണ്ടി ചിലപ്പോൾ നമ്മളും മൗനമായി നിൽക്കേണ്ട സാഹചര്യങ്ങൾ വരും, ഒറ്റപ്പെടേണ്ട അനുഭവങ്ങൾ വരും, സങ്കടപ്പെടേണ്ട ജീവിത സാഹചര്യങ്ങൾ വരും. ഇതെല്ലാം കടന്നുപോയി കഴിയുമ്പോൾ അവസാനം എത്തുന്ന ഒരു ആനന്ദത്തിൻ്റെ നിമിഷമുണ്ട്. അന്ന് എല്ലാത്തിനെയും ഓർത്ത് സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ നമുക്കും ബാധ്യസ്ഥരാണ്. പ്രിയമുള്ളവരെയും ഏറ്റവും സന്തോഷത്തിൻ്റെ നാളുകളിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ഇനി ഒരു നാൾ കഴിയുമ്പോൾ ക്രിസ്മസ് ആണ്, ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി നാൾ. അതുകൊണ്ട് തന്നെ ലഭിച്ച എല്ലാ കൃപകൾക്കും ഓർത്ത് നന്ദി അർപ്പിച്ചുകൊണ്ട് ഏറ്റവും സന്തോഷത്തോടെ വാഴ്ത്തിപ്പാടാൻ നമ്മുടെ അധരങ്ങൾക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
പ്രാണൻ പോകമായി